FC ബാഴ്സലോണ മെട്രോപൊളിറ്റാനോയിൽ തോൽക്കുമെന്ന് കാത്തിരുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചിരുന്നവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സലോണ മത്സരത്തിൽ ഉണ്ടായത്. സോ ആ മത്സരത്തിലെ 3 പോയിന്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കാര്യപരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റായിട്ട് എനിക്ക് എടുത്ത് പറയണം എന്ന് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ടീമുകളും അപ്രോച്ച് ചെയ്ത രീതികളാണ്. FC ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ലാലിഗ ഹോപ്പുകൾ അല്ലെങ്കിൽ ലാലിഗ ടൈറ്റിൽ കീപ്പ് ചെയ്യാൻ അവർക്കൊരു ജയം മസ്റ്റാണ്. അത് അവർ ഈസി ആയിട്ട് അടിച്ചെടുത്തു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പുറത്തേക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ചാമ്പ്യൻസ് ലീഗാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കാരണം അവർക്ക് ലാലിഗ സ്വപ്നങ്ങൾ എന്നേ അവസാനിച്ചു എന്നുള്ളതാണ്. ഇനി അവർക്ക് എത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. എന്ന് പറഞ്ഞാൽ അവർ തോറ്റു കൊടുക്കാൻ വേണ്ടി കളിക്കും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവരുടെ ക്രൂഷ്യൽ പ്ലേയേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്നത്തെ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് റിസൾട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നും ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് FC ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു മാച്ചാണ്. കാരണം ചാമ്പ്യൻസ് ലീഗിന് മുമ്പായിട്ട് ഇങ്ങനൊരു വിജയം മെട്രോപൊളിറ്റാനോയിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് ക്യാരി ചെയ്തുകൊണ്ട് തന്നെ എങ്ങോട്ട് പോകാനായിട്ട് പറ്റും, ക്യാമ്പ് ന്യൂവിലേക്ക് ചാമ്പ്യൻസ് ലീഗിൽ ഇവരെ ഫേസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ക്യാമ്പ് ന്യൂവിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രാക്ക് റെക്കോർഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വെൽക്കം ടു ക്യാമ്പ് ന്യൂ, അത് അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എന്തായാലും ആ മത്സരം കുറച്ചും കൂടെ കനക്കാൻ അല്ലെങ്കിൽ ഒന്നും കൂടെ വാശിയേറാൻ ഈ ഒരു തോൽവി സഹായിച്ചു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും എവിടെ വരുന്നുണ്ടാവുക, ക്യാമ്പ് ന്യൂവിലേക്ക് വരുന്നുണ്ടാവുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് എടുത്ത് പറയേണ്ടത്, ശരിയാണ്, ലെവൻഡോസ്കി ആയിക്കോട്ടെ, ജോ ക്യാൻസലോ ആയിക്കോട്ടെ, ഇവരെല്ലാം ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി ക്യാൻസലോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊനടാവെ ചെറുക്കൻ്റെ കയ്യിൽ പന്ത് കിട്ടുമ്പോഴൊക്കെ എന്ത് കളിയാണ് കളിച്ചുകൊണ്ടിരുന്നത് അല്ലേ. 1, 2, 3 എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ബോൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറുമ്പോഴേക്കും അത്ലറ്റിക്കോയുടെ ഡിഫൻസ് എല്ലാം അമ്പെ പൊട്ടി പാളിസാവുന്നത് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. പക്ഷേ ഇന്നലത്തെ മത്സരത്തിലെ യഥാർത്ഥ താരമായിട്ട് എനിക്ക് തോന്നിയത് ലമീൻ യമാലിനെ തന്നെയാണ് കേട്ടോ. ശരിയാണ്, പുള്ളി ഗോൾ സ്കോർ ചെയ്തില്ല, മറ്റു കാര്യങ്ങൾ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ബിഗ് മാച്ചസ് വരുമ്പോൾ പുള്ളി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പലപ്പോഴും നമ്മൾ കാണാതെ പോകാറുണ്ട് എന്നുള്ളതും കൂടിയാണ്. 13ാം മിനിറ്റിലാണെന്ന് തോന്നുന്നു ഒരു നട്ട്ബഗ് അവിടെ നിന്നൊരു പാസ്, ഒരു ക്രോസ് ടൈപ്പിലുള്ള ഒരു പാസ്സാണ്. എൻ്റെ മോനെ, വേൾഡ് ക്ലാസ്. ഈ ചെറുക്കൻ ഇനി കുറച്ച് വയസ്സും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെയായിരിക്കും ഫുട്ബോളിൽ കാട്ടിക്കൂട്ടാൻ പോകണമെന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ടെൻഷൻ. എന്തായാലും ലാലിഗയിൽ 7 പോയിന്റിൻ്റെ ഡിഫറൻസിൽ ഇപ്പോഴും ടേബിൾ ടോപ്പിൽ വലിയ കോമ്പറ്റീഷൻസ് ഒന്നും ആരും തരാതെ ആര് നിൽക്കുന്നുണ്ട്, FC ബാഴ്സലോണ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. സോ വിസ്ക ബാസ.